നമസ്കാരം. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ക്രിസ്മസ് തലേന്നുണ്ടായ ശക്തമായ നാടൻ ബോംബ് സ്ഫോടനത്തിൽ 21 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. ബൊഗ്ബസാർ മേഖലയിലെ ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് അക്രമികൾ ബോംബ് താഴേക്ക് എറിയുകയായിരുന്നു. സ്ഫോടനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സൈഫുൾ സിയാം എന്ന യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 7:10 ബൊഗ്ബസാർ ഫ്ലൈ ഓവറിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. ബംഗ്ലാദേശ് മുക്തിയോദ്ധ സംസാദ് സെൻട്രൽ കമാൻഡിന് സമീപമുള്ള ബൊഗ്ബസാർ ജംഗ്ഷനിലാണ് ആക്രമണം സംഭവിച്ചത്. ന്യൂ എസ്കാർഡനിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പള്ളിയോട് ചേർന്നുള്ള ഹാദിർട്ടിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശം. റംന ഡിവിഷൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മസൂദ് ആലം ജാഗോ ന്യൂസിനോട് പറഞ്ഞതനുസരിച്ച് ഫ്ലൈ ഓവറിൽ നിന്ന് ശക്തമായ കോക്ടെയിൽ ബോംബാണ് എറിഞ്ഞത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിച്ചതായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബൊഗ്ബസാർ മേഖലയിലെ സാഹിദ് കാർ ഡെക്കറേഷൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു സൈഫുൾ സിയാം. സംഭവ സമയത്ത് സമീപത്തുള്ള കടയിൽ ലഘുഭക്ഷണം വാങ്ങാൻ പോയതായിരുന്നു ഇദ്ദേഹം. സിയാം ചായ കുടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുകയും പിന്നീട് ഇയാൾ നിലത്ത് വീണ് തലയിൽ നിന്ന് രക്തം വാർന്ന് തലച്ചോറ് തെറിച്ച നിലയിൽ കാണപ്പെട്ടുവെന്നും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ചായക്കടക്കാരൻ ഫാറൂഖ് പറഞ്ഞു. നിലവിൽ ബൊഗ്ബസാർ പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അക്രമികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി രാംന ഡിവിഷൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മസൂദ് ആലം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ 17 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വ്യാഴാഴ്ച രാജ്യത്തേക്ക് മടങ്ങിയെത്താനിരിക്കെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ് സിയായുടെയും മകനാണ് താരിഖ് റഹ്മാൻ. അദ്ദേഹത്തിന്റെ മാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയ നിലവിൽ ജീവൻരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്താൽ ചികിത്സയിലാണ്. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. താരിഖ് റഹ്മാന്റെ വരവിനോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ. അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ മോശമായി ബാധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. മൈമൻസിംഗ് മേഖലയിൽ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധങ്ങളും സിലിഗുരിയിലെ വിസ സെന്ററിനു നേരെയുള്ള ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്.